ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ട് 4 ദിവസമായി. പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു മനുഷ്യജീവന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ആ സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തിലുള്ള അനാസ്ഥ നമ്മൾ ഏവരെയും വേദനിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ കേരളം തന്നെ വൈകിയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടു തുടങ്ങിയത്. ആദ്യം ആർക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവസാനം മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തപ്പോൾ കേരള സർക്കാർ കാര്യമായി ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കർണാടകയെ പോലൊരു സ്റ്റേറ്റിന്റെ ഒരു മനുഷ്യജീവന് അവർ എത്രമാത്രം പുല്ലുവിലയാണ് നൽകുന്നത് എന്നതിന്റെ യഥാർത്ഥ രൂപം നമ്മൾ ഇന്നലെയും ഇന്നുമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ജീവന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭാര്യ, കുഞ്ഞ്, മാതാവ്, അതിലുമുപരി ഒരുപക്ഷെ ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം ഒരാൾക്കും തന്നെ ആലോചിക്കാൻ പോലും പറ്റാത്തത്ര ക്രൂരമാണ്. രക്ഷാപ്രവർത്തനത്തിന് പലതരത്തിലുള്ള നൂതന മാർഗങ്ങളുള്ള 2024 പോലും ഇവരുടെ ഈ പ്രാകൃതമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനവും അതിനോട് കാണിക്കുന്ന അനാസ്ഥയും ഒരുപക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് കേരളത്തിലായിരുന്നുവെങ്കിൽ എന്നെ ആ മനുഷ്യജീവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ആളുകളെ അടുത്തേക്ക് കടത്തിവിടാതെ 3 കിലോമീറ്റർ മാത്രം ഇപ്പുറം നിർത്തിച്ചതിന് ശേഷം വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കർണാടക ഗവൺമെന്റ് ചെയ്യുന്നത്. 24 മണിക്കൂർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകേണ്ട അവർ രാത്രിയാവുമ്പോൾ രക്ഷാപ്രവർത്തനം ഒഴിവാക്കി നിർത്തിവെക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തു തന്നെയായാലും എത്രയും പെട്ടെന്ന് കേരള സർക്കാർ ഇതിൽ കടുത്തൊരു നിലപാടെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ആ യുവാവിനെ കണ്ടെത്താനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.